Hey guys, welcome to D Vlogs. ഉറക്കങ്ങോട്ട് ശരിയാവാത്ത പോലെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ, ഇന്ന് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ആയി ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാൻ ലോങ് വീഡിയോസ് തന്നെ ഇട്ടത് വളരെ കുറവാണ്. അതിൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫൊന്നും തീരെയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കാണാമല്ലേ. ഇന്ന് അശിക്ക് ലീവുള്ളൊരു ദിവസമാണേ. അങ്ങനെ ഞാൻ എണീറ്റ് ഫ്രഷായി കിച്ചണിൽ പോയി നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? ഇതാണ് അമ്മ ഞാൻ വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി എന്ത് പണി? എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ പോയി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിന്ന് ഇഡ്ഡലിയും ചട്നിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇനി ചായ ഉണ്ടാക്കണം. അത് പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ കുറേ പേരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അച്ഛനും അമ്മയും വന്നില്ലേ? ഞാൻ ഒറ്റയ്ക്കാണോ ഇവിടെ ഉള്ളത്? അതായത് ഞാനും അശ്വിയും മാത്രമാണോ ഉള്ളതെന്നൊക്കെ. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ വന്നിട്ട് കുറേ ആയി. പിന്നെ നിങ്ങൾ അവരെയൊന്നും കാണാത്ത എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ എല്ലാവരെയും അങ്ങനെ വീഡിയോ എടുക്കാറില്ല. ഞാൻ മാക്സിമം എന്നെ മാത്രം എടുക്കാനാണ് നോക്കാറ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഞാൻ അതാ ചായക്ക് വെള്ളമൊക്കെ വെച്ചു. പഞ്ചസാരയൊക്കെ ആദ്യം ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്കും അശ്വിക്കും മാത്രമാണ്. അച്ഛനും അമ്മയൊക്കെ ചായ കുടിച്ചു എന്ന് പറഞ്ഞു. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടാളും എണീക്കാൻ കുറച്ച് അധികം ലേറ്റ് ആവും കേട്ടോ. അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ മിക്കവാറും ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ 2 ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഡ്ഡലിനോട് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇന്നെന്തോ ദോശ കഴിക്കണം തോന്നി. എന്തായാലും മാവിരിപ്പുണ്ടല്ലോ, ദോശ ഉണ്ടാക്കാൻ വേഗം കഴിയുകയും ചെയ്യും. ആദ്യത്തെ ദോശ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല കേട്ടോ. കല്ല് കുറച്ചധികം ചൂടായിപ്പോയി എന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ഓട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ദാഹം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടേ ഞാൻ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. ഞാൻ ചായ എടുത്ത് കുടിച്ചു. ആ ദാഹത്തിൽ ചായ കുടിച്ചപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. ചായയൊന്നും കുടിക്കാത്ത ഞാനായിരുന്നു. ഇപ്പോൾ ദിവസം രാവിലെ വൈകുന്നേരം ചായയാണ്. പക്ഷേ ഇവിടുന്ന് മാത്രം എൻ്റെ വീട്ടിൽ ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കാറില്ല. ഇനിയിപ്പം വല്ലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ അമ്മ ചായ ഉണ്ടാക്കി ബാക്കി വന്നാൽ ചോദിക്കും, ഇത് വേണോ? അപ്പോൾ തോന്നിയാൽ കുടിക്കും, ഇല്ലെങ്കിൽ കുടിക്കില്ല. അതിനിടയ്ക്ക് അശ്വി വന്ന് നോക്കുകയാണ് ആയില്ലേന്ന്. അപ്പം എൻ്റെ ക്യാമറ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞ് കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ക്യാമറ മറയില്ലേ, ഞാൻ വീഡിയോ എടുക്കുന്ന കാണില്ലേ, അങ്ങോട്ട് പോയിക്കേന്നും പറഞ്ഞിട്ട് ഞാൻ ഉന്തി പറഞ്ഞയച്ചതാണ്. അതാ തിരിഞ്ഞ് നോക്കിയിട്ട് എന്തൊക്കെയോ അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ 2 ദോശയായിട്ടുണ്ട്. രണ്ടാമത്തെ ദോശ അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ 2 ചായയും പിന്നെ ദോശ ഇഡ്ഡലിയൊക്കെ ഒരു പ്ലേറ്റിലാണ് വെച്ചത്. എന്തിനാ വെറുതെ എല്ലാ പാത്രം കൂടെ കഴുകാനാക്കുന്നത് വിചാരിച്ചു. പിന്നെ ഇനി ഒരു പ്ലേറ്റും കൂടെ മതിയല്ലോ. അപ്പോൾ അതാ എല്ലാം എടുത്ത് ഞാൻ ഒരു ഇഡ്ഡലിയേ എടുത്തിട്ടുള്ളൂ. എനിക്ക് 2 ദോശ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു ഇഡ്ഡലീൻ്റെ ആവശ്യമില്ല ശരിക്കും. ഞാൻ 2 ദോശയൊക്കെ കഴിക്കാറുള്ളൂ. ഇഡ്ഡലിയാണ് 2 എണ്ണം. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇഡ്ഡലിനോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ 3ഉം 4ഉം ഒക്കെ കഴിക്കും. എന്തായാലും ദോശയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് അതെ 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 ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. ഇതാണ് ക്യൂറിൻ്റെ പ്രോഡക്റ്റ്സ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ക്യൂർ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര്, ഏജ്, ജെൻഡർ അതൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് ചോദിക്കുക. അതിൽ നമുക്ക് സ്കിൻ റിലേറ്റഡും ഉണ്ട്, ഹെയർ റിലേറ്റഡും ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ട് പോകും. അവിടെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മുടെ അടുത്ത്. നമുക്കിപ്പോൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ അത് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. ഇതാണ് ക്യൂറിൻ്റെ പ്രോഡക്റ്റ്സ്. ഇത് ഞാൻ ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. ഇതാണ് ക്യൂറിൻ്റെ പ്രോഡക്റ്റ്സ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. ഇതെന്താണെന്ന് അറിയാത്ത ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. ഇതാണ് ക്യൂറിൻ്റെ പ്രോഡക്റ്റ്സ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ
അതെ അതെ ബാക്കി വീഡിയോയിലേക്ക് അതെ 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 ബാക്കി വീഡിയോയിലേക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. ഇതാണ് ക്യൂറിൻ്റെ പ്രോഡക്റ്റ്സ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ക്യൂർ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര്, ഏജ്, ജെൻഡർ അതൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് ചോദിക്കുക. അതിൽ നമുക്ക് അതെ 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 ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. ഇതാണ് ക്യൂറിൻ്റെ പ്രോഡക്റ്റ്സ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ക്യൂർ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര്, ഏജ്, ജെൻഡർ അതൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് ചോദിക്കുക. അതിൽ നമുക്ക് സ്കിൻ റിലേറ്റഡും ഉണ്ട്, ഹെയർ റിലേറ്റഡും ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ട് പോകും. അവിടെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മുടെ അടുത്ത്. നമുക്കിപ്പോൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ അത് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫ്രണ്ട് ഫോട്ടോയും സൈഡ് ഫോട്ടോയും ചോദിക്കും. അതെല്ലാം ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് പുതിയ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഇങ്ങനെ കുഞ്ഞായി കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു പോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒന്നോ രണ്ടോ തണ്ടിട്ട് വെച്ചായിരുന്നു. ചേച്ചി ഇവിടെ വന്നപ്പോൾ ചേച്ചി കുറേ കട്ട് ചെയ്ത് അതിലിട്ട് വെച്ചതാണ് കേട്ടോ. പക്ഷേ അതിനെന്തോ ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് നോക്കണം. ഇപ്പം നല്ല ചൂടായത് കൊണ്ടാണെന്ന് തോന്നുന്നു ചെടികൾക്കൊക്കെ ചെറിയൊരു വാട്ടം പോലെ, ഒരു ഉഷാറില്ലാത്ത പോലെയാണ്. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനും എല്ലാവരും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഈ വാളിൽ കണ്ടോ, ഇങ്ങനെ വാളിലേക്ക് ഇങ്ങനെ മേലേക്ക് ആക്കി വെച്ചതൊക്കെ അശീൻ്റെ പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളത് പ്ലാസ്റ്റിക്കാണ്. ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ നീളത്തിലാക്കി വെച്ചത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ അവിടെ തൂക്കിയിട്ടതും പ്ലാസ്റ്റിക്കാണ്. TV തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അവിടുന്ന് കാണുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അവിടെ അതെ അച്ഛൻ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2 കഷ്ണം ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചു. അമ്മയാണെങ്കിൽ അവിടെ ഉള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. പിന്നെ കോവയ്ക്കയാണ് നമ്മുടെ ഉപ്പേരി. കോവയ്ക്ക എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഒരു യൂട്യൂബറിനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ എനിക്കും കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പേരി വെച്ചാൽ അതെങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പർച്ചേസ് ചെയ്യാൻ ഷോപ്പിങ്ങിന് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോയാൽ എപ്പോഴും കോവയ്ക്ക ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടേ വരുള്ളൂ. പിന്നെ കുറച്ച് സമയം ഞാൻ വിചാരിച്ചു കുറച്ച് സമയം അതൊക്കെ വെള്ളത്തിൽ അവിടെ നിൽക്കട്ടെ. കുറച്ച് നിന്നിട്ട് റൂമിൽ പോയി അശ്വിൻ്റെ അടുത്ത് അവിടെ കിടന്നു. കുറേ സംസാരിച്ച് കളിച്ച് അശ്വി റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്, ഫുൾ ടൈം റീൽസ് കണ്ടിരിക്കൽ തന്നെയാണ് പണി ലീവാണെങ്കിൽ. പിന്നെ ഉണ്ടല്ലോ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നല്ല രസമാണ്. ഇത് നമ്മളെ ഹെഡ് മസാജറാണ്. ഇതിങ്ങനെ തലയിൽ വെച്ച് കൊടുത്താൽ നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം, കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കണം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. കണ്ടോ, ഇത് പശ യൂസ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ തലയിലാക്കുന്നില്ല. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ പല സാധനങ്ങളാണല്ലോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും അടിപൊളിയാണ്. ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ കിച്ചണിൽ പോയി കോവയ്ക്ക കട്ട് ചെയ്ത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കത്തി എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ ചെറിയൊരു മൂർച്ച കുറവ് പോലെ തോന്നി. അങ്ങനെ ഞാനതെടുത്ത് നല്ലോണം ഒന്ന് മൂർച്ചയാക്കി എടുത്തു. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മീമ്മൽ വെച്ചിട്ടാണ് കേട്ടോ കത്തി മൂർച്ചയാക്കുക. പക്ഷേ എനിക്ക് ആ പരിപാടി അറിയില്ല. അച്ഛനാണ് അധികവും കത്തി മൂർച്ചയാക്കി തരാറ്. നിങ്ങളവിടെയൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അതൊന്നും നമുക്ക് കിട്ടാനില്ലല്ലോ. അപ്പോൾ എളുപ്പപ്പണി ഓരോ സാധനം ഇങ്ങനെ വാങ്ങി അതിലിങ്ങനെ മൂർച്ചയാവും. പക്ഷെ നല്ല മൂർച്ചയാവാറുണ്ട് കേട്ടോ. അങ്ങനെ കോവയ്ക്കൊക്കെ മുറിച്ചിട്ടു. ഞാൻ ഫിംഗർ ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ കയ്യിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ വിചാരിക്കും. കട്ടിംഗ് ബോർഡൊന്നും എടുക്കാൻ വയ്യ എന്ന് വിചാരിക്കുവേ. അതുകൊണ്ട് ഇന്നിപ്പോൾ കോവയ്ക്ക അത്രയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ വെച്ച് കട്ട് ചെയ്തു. പക്ഷേ കുറേ കട്ട് ചെയ്യുമ്പം കൈ ഇങ്ങനെ കടച്ചിലെടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഉപ്പേരി റെഡിയാക്കിയിട്ട് ഞാൻ വീണ്ടും റൂമിലേക്ക് പോയി. എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഇത് അശ്വിൻ്റെ ലാപ്ടോപ്പാണ്. എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ ചെറുതായിട്ട് എന്തോന്ന് അതിന് സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് അധികം സ്ലോ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അശ്വിൻ്റെ ലാപ്ടോപ്പാണ് ഇപ്പോൾ എന്നല്ല ഇപ്പോൾ എടുത്ത് യൂസ് ചെയ്തത്.
എനിക്കിതിൽ ചെറിയൊരു പണിയുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഒന്ന് റിവൈസ് ചെയ്യാനുണ്ട്. എനിക്ക് ഒരു പരിപാടിയുണ്ട്. പരിപാടി എന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാം. എന്താ അത് പറയാറായിട്ടില്ല എന്തായാലും. ഞാൻ വഴിയെയുള്ള വ്ളോഗിലൊക്കെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാനൊക്കെ എടുത്തൊന്ന് നോക്കുകയായിരുന്നു. പക്ഷേ കുറേ ആയി, ആക്ച്വലി കുറേ ആയി, എനിക്ക് തോന്നുന്നു വർഷങ്ങളായി. അതുകൊണ്ടുള്ള പരിചയക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് നല്ല രീതിക്ക് തന്നെ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. അതിനിടയ്ക്കാണെങ്കിൽ എനിക്കിത് ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാവില്ല. പശി കാണിച്ചു തരാൻ പറഞ്ഞ് ഇങ്ങോട്ട് താ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. അപ്പോഴേക്ക് ദേ ലാപ്ടോപ്പ് അങ്ങോട്ട് ഓഫായി. നമ്മൾ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയതുമില്ല. അതവിടെ ഓഫായി കിട്ടി. ഇനി അത് ചാർജ് ചെയ്തൊന്നായിട്ട് വേണം ഒന്നും കൂടെ ഇരുന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് എന്തായാലും കുറച്ച് സമയം അവിടെ ഇരുന്ന് ചാർജ് ആവട്ടെ. അപ്പോഴേക്കും ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മ ചിക്കൻ റെഡിയാക്കാനുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനെടുത്തങ്ങോട്ട് വഴറ്റി ഉള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടികളൊക്കെ ഇട്ടു. അമ്മ ഇവിടെ കിച്ചണിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടേ പൊടികളൊക്കെ ഇടുള്ളൂ കേട്ടോ. ഇത് മതിയോ ഇനി വേണോ അതൊക്കെ എനിക്ക് അധികമാവോ എന്നുള്ള പേടിയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു ഊഹാപോഹം വെച്ചിട്ട് അങ്ങോട്ട് ഇട്ടോളും. സത്യം പറഞ്ഞാൽ ഈ ചിക്കനോടൊക്കെ ഉള്ള താല്പര്യം ഇപ്പോൾ പോയി കേട്ടോ. എനിക്കിപ്പോൾ ചിക്കനൊന്നും തീരെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കറി വെക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഇപ്പം ചിക്കൻ കറി വെച്ചാലും അതിൻ്റെ ഗ്രേവി മാത്രം എടുത്ത് കൂട്ടും. ചിക്കൻ അങ്ങനെ എടുക്കാറില്ല. പിന്നെ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നാലും ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ചിക്കനായാലും മീനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മീൻ തന്നെയാണ്. അപ്പോൾ ചോറൊക്കെ റെഡിയായി. ചിക്കനും ഉപ്പേരിയും കറിയും എല്ലാം ആയി. ചോറൊക്കെ കഴിച്ച് പിന്നെ ദാ ക്ലീനിങ് പരിപാടിയാണ്. ടേബിളൊക്കെ തുടച്ച് അമ്മ അവിടുന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. ഇപ്പോൾ അമ്മ എന്നെക്കൊണ്ട് പാത്രം കഴിക്കാറേ ഇല്ല കേട്ടോ. എൻ്റെ കൈക്ക് ഒരു വിരലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സോപ്പാകുമ്പോൾ ഈ ലിക്വിഡാകുമ്പോൾ പാത്രം കഴുകുന്ന ലിക്വിഡാകുമ്പോഴേ ചെറുതായിട്ടൊരു അലർജി പോലെ വരുന്നുണ്ട്. അപ്പോൾ പാത്രം എന്നെക്കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. എല്ലാം അമ്മ തന്നെയാണ് കഴുകാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളുണ്ടല്ലോ വൈകുന്നേരം പരിപ്പ് വട ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അമ്മ പരിപ്പ് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചാണ്. ഇന്നാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കുളിക്കാൻ അങ്ങ് വൈകിപ്പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും അമ്മ രാവിലെ കുളിക്കുന്നതാണ്. പിന്നെ ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് ചോറിന് മുന്നേ കുളിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നെന്തോ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് വൈകിട്ടോ. രണ്ടാളും കുളി കഴിഞ്ഞില്ല. അമ്മ ഇതാ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയൊക്കെ നന്നാക്കി തന്നു. ഞാനത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതും കൂടെ എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കുറേ ചെറിയുള്ളി ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ പച്ചമുളകും നല്ല കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ പിന്നെ അതിൻ്റെ കൂട്ട് പരിപ്പൊക്കെ അരച്ചെടുത്ത് എനിക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മ അങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാറില്ല. പിന്നെ ഞങ്ങൾ പോയി കുളിച്ചിട്ടൊക്കെ വന്നതാ പരിപ്പ് വട ഉണ്ടാക്കുകയാണ്. വലിയ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഓരോന്നാക്കി വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. വേണ്ട നമുക്ക് ഇതിലുണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇതാകുമ്പോൾ കുറേ എണ്ണം ഒരുമിച്ചിടാമല്ലോ. അങ്ങനെ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് ഞാനൊരു കഷ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കറുമുറാന്നുള്ള പരിപ്പ് വടയായിരുന്നേ. അശ്വിക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവരിങ്ങനെ ഉണ്ടാക്കുന്നതനുസരിച്ച് വന്ന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയും പരിപ്പ് വടയൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് ചേച്ചിയും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ചേച്ചീൻ്റെ മോനും ഞാനും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കളിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ് എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. അവനറിയില്ല ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കുന്നത്. പിന്നെ എനിക്കിതാ അവൻ്റെ കാർ ഓടിക്കാൻ തന്നതാണ്. പുറത്ത് ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ ഓടിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് സമയം പുറത്തുനിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ റൂമിലേക്ക് പോയി. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. ഭയങ്കര ചൂടാ തോന്നുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഫോൺ ഇപ്പോൾ പോയേനെ, ഒന്ന് വീഴാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.